ഹലോ മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം +2 സേ എക്സാം 2025 സേ എക്സാമിൻ്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിൻ്റെ അകത്ത് കുറച്ചധികം കമൻസുകൾ വന്നു. ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഒപ്പം എനിക്ക് വാട്സപ്പിലും മെസ്സേജസ് വന്നു. മിസ്സേ +2 മാത്സ് മാത്രം പോയി, അല്ലെങ്കിൽ മാത്സും കെമിസ്ട്രിയും പോയി, പക്ഷേ വീട്ടിൽ നിന്ന് പൈസ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കുറച്ചധികം മെസ്സേജസ് വന്നു. അപ്പോൾ നമ്മുടെ ഓൾറെഡി ലൈവ് സെഷൻ സേ എക്സാമിൻ്റെയും അതേപോലെ തന്നെ പുതിയ വർഷത്തേക്കുള്ള ട്യൂഷൻ ക്ലാസ്സുകളുടെയും എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു സേ എക്സാമിൻ്റെ ബാച്ച് കൂടെ സ്റ്റാർട്ടായത്. അപ്പോൾ കുറച്ചധികം മെസ്സേജസ് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് അവരോട് നോ പറയാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടീം ആലോചിച്ച് ഒരു തീരുമാനം എടുത്തു. നമുക്ക് യൂട്യൂബിൽ ഫ്രീ ആയിട്ടുള്ള സേ ബാച്ചിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് ഈ ഒരു തിരക്കിനുള്ളിലും എനിക്കറിയാം അത്രമാത്രം ഒരു വലിയ ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. കാരണം സേ എക്സാം ആണ്, ഈ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തുടങ്ങിയാൽ എന്തായാലും ഫുൾ ക്ലാസ്സുകൾ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ എല്ലാ മാക്സിമം ക്വസ്റ്റ്യൻസുകൾ കവർ ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യണം. ഇതെല്ലാം എനിക്കറിയാം, ഒരു വലിയ ഒരു ദൗത്യമാണ് ഞാൻ ഏറ്റെടുക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്രയേറെ സ്റ്റുഡൻസിൻ്റെ മെസ്സേജസ് കണ്ടപ്പോൾ എന്തായാലും ഞാൻ ക്ലാസ്സുകൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സ്റ്റുഡൻസിന് അത് യൂസ്ഫുൾ ആകും എങ്കിൽ ഞാൻ ആ ഒരു എഫേർട്ട് എടുക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഡിസിഷൻ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം, അതിൽ വരുന്ന റെസ്പോൺസ് അനുസരിച്ച് നമുക്കിത് ക്ലാസ് കണ്ടക്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനം എടുക്കാം എന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മാത്സിൻ്റെ ഫ്രീ ആയിട്ടുള്ള സേ എക്സാം ബാച്ചിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് യൂട്യൂബിൽ വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ സജഷൻ തരിക. അതേപോലെ തന്നെ ഈ ഒരു നിങ്ങൾക്ക് അറിയാം, ഇന്ന് 27 ആണ്. ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഇന്നാണ് നമ്മുടെ സേ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ മക്കളും ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എക്സാമിന് വേണ്ടിയിട്ടും റിവാലുവേഷന് വേണ്ടിയിട്ടും ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടും സേക്ക് വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്ലൈ ചെയ്തേക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ചിലപ്പോൾ മാത്സ് കിട്ടിയവരായിരിക്കാം, പക്ഷേ മാത്സ് കിട്ടാത്തതായിട്ടുള്ള സ്റ്റുഡൻസുകൾ കാണും, നിങ്ങളുടെ ഫ്രണ്ട്സ് കാണും. അപ്പോൾ അവർക്ക് കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ കമൻറ്റ്സ് നോക്കിയിട്ടായിരിക്കും ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യണോ എന്നുള്ളത്. ലൈവ് ക്ലാസ് ആയിരിക്കും. എല്ലാ ചാപ്റ്ററിൻ്റെയും വീഡിയോസ് കാണും. ഞാൻ എല്ലാ ചാപ്റ്ററും നമ്മൾ കവർ ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെ പറ്റിയിട്ട് കൂടെ പറയണം എന്ന് കരുതി, പക്ഷെ പറ്റിയിരുന്നില്ല. അപ്പോൾ എല്ലാ ചാപ്റ്ററും നമ്മൾ കവർ ചെയ്യും. പക്ഷേ നമുക്കറിയാം +2 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ട്രിഗ്നോമെട്രി തുടങ്ങി അധികം കൂടുതലും കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളാണ്. കണക്റ്റഡ് അല്ലാത്ത എന്നാൽ വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സുകളും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ആ ഒരു ചാപ്റ്റേഴ്സ് തന്നെ പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഡബിൾ പാസ് വാങ്ങാനുള്ള മാർക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സിൽ തുടങ്ങി എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് പോർഷൻസുകൾ കവർ ചെയ്ത് നമ്മൾ എടുക്കുന്ന രീതിയിൽ നമ്മുടെ സേ ബാച്ചിൽ എങ്ങനെയാണോ നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നത് അതേ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ആ ഒരു ഫുൾ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ നമ്മൾ അത്രമാത്രം എഫേർട്ട് ഇടുന്ന സമയത്ത് എനിക്കറിയാം പല സ്റ്റുഡൻസും 1000-നും 2000-നും 3000-നും ഒക്കെ നിങ്ങൾ ഓരോ എടുത്തും നിങ്ങൾ ജോയിൻ ആയിട്ടുണ്ട് സേ ബാച്ചിന് വേണ്ടിയിട്ട്, എനിക്കറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി അങ്ങനെ ബാച്ച് ജോയിൻ ചെയ്ത് അങ്ങനെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നവർ ഇതിലേക്ക് വരുമോ എന്ന് എനിക്കറിയില്ല. എനിവേ ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ള ആ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല മാം, ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ തരാമോ എന്ന് ചോദിച്ചു വന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ കുറച്ചധികം സ്റ്റുഡൻസ് കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ഗ്രൂപ്പായിട്ട് അവരെ ക്ലബ് ചെയ്ത് എനിക്ക് ഈ ഒരു അവരുടെ ലാസ്റ്റ് അവസരമാണ്, എനിക്ക് മനസ്സിലാകും ഒരു ലൈഫിൻ്റെ ഈ ഒരു കിട്ടിയവർക്ക് ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ +2 കിട്ടിയവർക്ക് ഇതൊരു വലിയ മാറ്റർ ഓഫ് കൺസേൺ ആയിരിക്കില്ല. പക്ഷേ 1-2 സബ്ജക്റ്റ് പോയവരെ സംബന്ധിച്ച് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷൻ ഏറിയ ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് എനിക്കറിയാം. വരുന്ന മാസം 23-ാം തീയതി മുതലാണ് നമ്മുടെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ മാക്സിമം നമുക്കൊരു ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോർഷൻസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെത്താനെ ക്വസ്റ്റ്യൻസുകൾ
ക്വസ്റ്റ്യൻസുകൾ, ബാക്കി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ഒരേപോലത്തെ തന്നെ ക്വസ്റ്റ്യൻസുകൾ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. എനിക്കറിയാം ഞാൻ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദൗത്യം, അത്രമാത്രം എഫേർട്ട് എടുക്കുന്ന, അത്രമാത്രം വാല്യൂ എടുക്കുന്ന ഒരു ദൗത്യമാണ് ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു സീരീസ് പോലെ ഇതുവരെ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാം പല ഇതേപോലത്തെ ട്യൂഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളും എക്സാം ടൈമിലും അല്ലാതെയൊക്കെ തന്നെ കുറേയധികം ലൈവ് സെഷൻസ് ഇടുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളായിട്ടൊക്കെ നമ്മൾ തിരക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമുക്കൊരു സീരീസ് പോലെ ഇടാൻ പറ്റാത്തത്. പക്ഷെ ഈ ഒരു പ്രാവശ്യം എനിക്ക് കമൻസുകൾ വന്നതുകൊണ്ടും അത്രയേറെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജസ് വന്നതുകൊണ്ടുമാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ നമ്മുടെ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തെടുത്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു സമയം അത്രയേറെ എഫേർട്ട് നമ്മൾ ഇടുന്നതിന് വാല്യൂ ഉണ്ടായിരിക്കണം. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങൾക്ക് അറിയുന്നവർക്കോ മാത്സ് +2 ഈ ഒരു വർഷത്തെ പല വർഷങ്ങളിലായിട്ട് പോയിട്ട് ഈ ഒരു വർഷം ഇപ്പോൾ എക്സാം എഴുതിയപ്പോഴും കിട്ടാതെ എക്സാം മാത്രം ഒരു ഓപ്ഷനായിട്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് മാത്സിൻ്റെതായിട്ടുള്ള ഫ്രീ ക്ലാസ്സസ് വിത്ത് ഓൾ ദ ചാപ്റ്റേഴ്സ്, വിത്ത് ഓൾ ദ ടോപ്പിക്സ്, ഈ ഒരു എക്സാമിന് വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻസിൽ ഇടുക. ആ ഒരു സ്റ്റുഡൻസ്, നല്ലൊരു എമൗണ്ട് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ക്ലാസ്സസ് ഷെഡ്യൂൾ ചെയ്യുന്നതായിരിക്കും. ആ ഒരു ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ വന്ന് പറയാം ഏതൊക്കെ സമയത്തായിരിക്കും നമ്മുടെ ലൈവ് ഉള്ളത്, ഏതൊക്കെ ദിവസങ്ങളിലായിരിക്കുമെന്ന്. മാക്സിമം എല്ലാ ദിവസവും ലൈവ് കാണും, ബട്ട് ഏത് ടൈമാണെന്ന് കൂടെ ഞാൻ ഇൻഫോം ചെയ്യാം. ഒപ്പം അതിൻ്റെ കൂട്ടത്തിലുള്ള നോട്ട്സ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ് കാണാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് എന്തായാലും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഈ ഒരു വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമുക്കുള്ളൂ. ഒരു മാസം നമുക്കില്ല, കഷ്ടി ഇനി ഒരു 25-26 ദിവസം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസത്തിൽ അത്ര എഫേർട്ട് എടുത്തിട്ട് നമുക്ക് ഈ ഒരു മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്തായാലും എല്ലാവരും പാസ്സാവണം. അത്രമാത്രം എഫേർട്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു എഫേർട്ടിന്, ആ ഒരു ക്ലാസ്സിന് എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ചധികം സ്റ്റുഡൻസ്, ഒരു ബൾക്ക് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു എക്സാമിന് ഒരുമിച്ച് തന്നെ നിന്ന് ജയിക്കും. ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലാസ് വേണം എന്നുള്ളവർ എന്തായാലും മെസ്സേജിലൂടെ എന്നെ അറിയിക്കും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ ക്ലാസ് കൺഫേം ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏതൊക്കെ സമയത്താണെന്നും ഏതൊക്കെ ദിവസങ്ങളിലാണ് ലൈവ് പോകുന്നതെന്നും ഉറപ്പായിട്ടും നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇന്ന് ഈ ഒരു ദിവസം നമുക്ക് നോക്കാം. നാളെ അത്യാവശ്യം റെസ്പോൺസ് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നാളെ മുതലോ അല്ലെങ്കിൽ താമസിക്കാതെ തന്നെ മറ്റന്നാൾ മുതലോ നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങുന്നതായിരിക്കും. നമ്മുടെ യൂട്യൂബിലെ ക്ലാസ്സസ് കൂടാതെ തന്നെ സേവ് ബാച്ചിന് വേണ്ടിയിട്ടുള്ള പ്രൈവറ്റ് ക്ലാസ്സുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ കിട്ടണം എന്നുള്ളവർക്ക് അവിടെയും ജോയിൻ ആകാം. അതേപോലെ തന്നെ വരുന്ന അക്കാഡമിക് ഇയറിലേക്കുള്ള ട്യൂഷൻ ക്ലാസ്സുകളും വളരെ അഫോർഡബിൾ റേറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ക്ലാസ്സുകളാണ്, റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ്സുകൾക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത്രമാത്രം എഫേർട്ടിൽ നമ്മളിടുന്ന ഓരോ ക്ലാസ്സുകളാണ്. സോ ദെൻ അവർക്ക് അത്രമാത്രം ഹൈ സ്കോർ വാങ്ങാനായിട്ട് സാധിക്കുന്ന രീതിയിൽ നമ്മൾ അവരെ മോൾഡ് ചെയ്തെടുക്കുകയാണ്. ക്ലാസ് 8, 9, 10, 11, 12 എന്നീ ക്ലാസ്സുകളിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, എല്ലാ സിലബസിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ വാട്സപ്പിൽ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. യൂട്യൂബിൽ സേ ബാച്ച് വേണം എന്നുള്ളവർ, പഠിക്കണമെന്ന് അത്ര ആഗ്രഹമുള്ളവർ എന്തായാലും കമൻസിൽ ഇടുക. നിങ്ങളുടെ കമൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.